നാലാമന് വില കൊടുത്തത് ഒരു നായയെ കൊടുത്തിട്ടാണ് അലബറസലാന്റെ സൈന്യത്തിൽ നിന്ന് കോൺസ്റ്റന്റൈൻ നാലാമൻ മോചിപ്പിക്കപ്പെടുന്നത്. അത്രയും നിസ്സാരമായ ഒരവസ്ഥയിലേക്ക് 2 ലക്ഷത്തിന്റെ നേതാവ് മാറുകയും ആ പരിശുദ്ധമായ അഖ്സയെ മോചിപ്പിക്കുകയും ചെയ്ത പരിശുദ്ധമായ യുദ്ധം അവിടെ നടന്നു. അള്ളാഹുവിന്റെ വിധിയാൽ ഈ ഉമ്മത്തിന് വിജയമുണ്ടായി. കഴിഞ്ഞില്ല. മഅറഖത്ത് സലീത്ത് വരുന്നു. 4 പ്രഗൽഭരായ രാജാക്കന്മാർ മുസ്ലിമീങ്ങളിലെ അമീറുൽ മുഅ്മിനീൻ മുഹമ്മദ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഹകം ഇബ്നു ഹിഷാമിനെതിരിൽ മഹത്തായ ഇസ്ലാമിക ചരിത്രത്തിലെ മറ്റൊരു സംഭവം അരങ്ങേറുകയാണ്. മൗഖഅത്ത് ഖുറൈശ് എന്നും അതറിയും. സ്പെയിനിലാണത് നടക്കുന്നത്. സ്പെയിൻ മുസ്ലിമീങ്ങളുടെ കയ്യിലായിരുന്നു. നമ്മൾ അറിയണം, 6 നൂറ്റാണ്ടുകാലം സ്പെയിൻ ഭരിച്ചത് മുസ്ലിമീങ്ങളാണ്. ആ സന്ദർഭത്തിൽ മഹാനായ അമീറുൽ മുഅ്മിനീൻ മുഹമ്മദ് ഇബ്നു അബ്ദുറഹ്മാൻ എന്നവരുടെ സൈന്യത്തെ തുരത്തിയോടിക്കാനും ഇസ്ലാമിക നിലനിൽപ്പിന് ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തി അവിടുത്തെ സ്പെയിൻ സൈന്യം മുന്നേറുകയാണ്. 4 പ്രഗൽഭരായ രാജാക്കന്മാർ, കസ്തല എന്ന് പറയുന്ന രാജാവ്, ബഷ്കിൻസ് എന്ന് പറയുന്ന രാജാവ്, ഫ്രാൻസിന്റെ ഒരു രാജാവ്, 3 പേർ അണിനിരന്ന് മഹാനായ മുഹമ്മദ് ഇബ്നു അബ്ദുറഹ്മാനെതിരെ യുദ്ധം ചെയ്യാൻ വന്നപ്പോ മുസ്ലിമീങ്ങൾ എന്തു ചെയ്യണമെന്നറിഞ്ഞില്ല. ലക്ഷക്കണക്കിന് ആളുകളാണ് ശത്രുക്കളായി വരുന്നത്. ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ പരിശുദ്ധമായ സൂറത്തു ആലു ഇംറാനിലെ 173-ാമത്തെ ആയത്ത് ഓതുകയാണ്. അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ. വിശുദ്ധമായ ഖുർആൻ ഹബീബിന്റെ കാലത്ത് യുദ്ധം നടക്കുമ്പോ ജനങ്ങളെല്ലാം നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ വാക്കുകൊണ്ട് അള്ളാഹുവിന്റെ സത്യവിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിക്കുകയല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. ആ ചെറുപ്പക്കാരൻ അമീറുൽ മുഅ്മിനീൻ മുഹമ്മദ് ഇബ്നു അബ്ദുറഹ്മാന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ അഭിപ്രായം പറയാൻ ആളല്ല, നിങ്ങളാണ് അധികാരി, നിങ്ങളാണ് അമീറുൽ മുഅ്മിനീൻ. എന്നാൽ ഈ സൈന്യത്തോട് പടപൊരുതാൻ ഞാൻ ഒറ്റക്ക് ഒരുക്കമാണ്. എന്റെ കൂടെ ആരുണ്ട്? മഹാനവറുകളോട് അമീറുൽ മുഅ്മിനീന്റെ മറുപടി, ഞാനുണ്ട് നിന്റെ കൂടെ. നിന്റെ നാവിലൂടെ ഇത് പറയിപ്പിച്ചത് അള്ളാഹുവാണ്, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് കസ്താല അതുപോലെ തന്നെ ബഷിങ്കിഷ് രാജാക്കന്മാർക്കെതിരെ ഫ്രാൻസിന്റെ രാജാവിനെതിരെ നടന്ന മുഹമ്മദ് ഇബ്നു അബ്ദുറഹ്മാന്റെ ആ യുദ്ധത്തിൽ അള്ളാഹു ഇവർക്ക് വിജയം കൊടുത്തു. ആ യുദ്ധമാണ് മഅറഖത്ത് സലീത്ത് എന്നറിയപ്പെടുന്നത്. ഈ ഉമ്മത്തിനെ തുരത്തിയോടിക്കാൻ കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്നും അത് തുടരുന്നുണ്ട്. ഖിയാമത്ത് നാൾ വരെ അത് തുടരുക തന്നെ ചെയ്യും. അതിൽ മാറ്റം വരുന്നില്ല. രാജ്യങ്ങളും നാടുകളും സമുദായങ്ങളും മാറുകയെന്നല്ലാതെ അള്ളാഹുവിന്റെ ഈ ദീനിന് ഭീഷണി എന്നുമുണ്ട്, എല്ലാ കാലങ്ങളിലുമുണ്ട്. അത് തുടരും. അതിന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തദാഅ അലൈക്കുമുൽ ഉമം കമാ തദാഅൽ അക്ലതു ഇലാ ഖസ്അതിഹാ. ഒരു ഭക്ഷണത്തളികയിലേക്ക് ആളുകൾ വിശന്നവർ കൈനീട്ടുന്ന പോലെ ലോക സമുദായങ്ങൾ നിങ്ങൾക്കെതിൽ കൈനീട്ടും. എന്നാൽ അന്ന് നിങ്ങൾ ഈമാൻ ദുർബലരാകുന്നത് കൊണ്ട് നിങ്ങൾ അവർക്ക് പിടിക്കാൻ കഴിയും. നിങ്ങൾ ഈമാൻ സുശക്തരാണെങ്കിൽ അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. ഈമാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് സത്യവിശ്വാസികളെ വിജയികളെന്ന് വിശുദ്ധ ഖുർആൻ. ഇന്ത്യക്കാരനായ ഫതഹ് അലി ഖാൻ ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ പോരാടുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്ത കൊല ചെയ്യപ്പെട്ട ഷഹീദാണ്, രക്തസാക്ഷിയാണ് ഫതഹ് അലി ഖാൻ. അദ്ദേഹം പറയുമായിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ മനോഹരമായ വാക്കുകൾ, ഒരു ദിവസം ഒരു സിംഹത്തെ പോലെ ജീവിക്കുന്നതാണ് 1000 വർഷം ഒരു പൂച്ചയെ പോലെ ജീവിക്കുന്നതിനേക്കാളും ഉത്തമമെന്ന് ധൈര്യമായി ബ്രിട്ടീഷുകാരന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഫതഹ് അലി ഖാൻ ഈമാനിന്റെ പ്രഭയിൽ ശത്രുക്കളോട് പടപൊരുതാൻ വന്ന ഇന്ത്യയുടെ മോചനത്തിന് വേണ്ടി പടപൊരുതിയ പ്രഗൽഭനായ വ്യക്തിത്വം ഫതഹ് അലി ഖാൻ. സുലൈമാൻ അൽ ഖാനൂനിയെ നമ്മൾ അറിയണം. ഉസ്മാനി ഭരണാധികാരികളിൽ പ്രഗൽഭനാണ്. ബെൽഗ്രേഡ് അടക്കമുള്ള പ്രഗൽഭമായ നഗരങ്ങൾ റമദാൻ 25-ന് ഹിജ്റ വർഷം 927 മുസ്ലിം സൈന്യം കൊണ്ട് മുന്നേറുകയും 1/4 മില്യണോളം വരുന്ന
ശത്രു സൈന്യത്തെ പിടിച്ചടക്കുകയും ചെയ്ത ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്ന ഇസ്ലാമിന്റെ കീഴിലേക്ക് കടന്നു വന്നത് സുലൈമാനുൽ ഖാനൂനിയുടെ കാലം. അതും അഖ്സാക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. ഈ ഉമ്മത്തിന്റെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു അത്. ഇമാദുദ്ദീൻ ആഖിനെ നമ്മൾ തിരിച്ചറിയുന്നു. ഇവിടെയാണ് മുസ്ലിം ഉമ്മത്തിന് തറപറ്റിയിട്ടുണ്ട്, അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, മുസ്ലിം ഉമ്മത്തിന്റെ പരാജയങ്ങളും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈജിപ്തിലായിരുന്നത് ഫാത്തിമി ഭരണകൂടം ഷിയാക്കളുടെ ഭരണമായിരുന്നു. ഷിയാക്കൾ മുസ്ലിം ഉമ്മത്തിന്റെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി സമുദായത്തോട് ശത്രുത കാണിച്ചതിന്റെ പേരിൽ ബൈത്തുൽ മുഖദ്ദസ് അടക്കമുള്ള ഇസ്ലാമിന്റെ പുണ്യസ്ഥാനങ്ങൾ ശത്രുക്കൾ കൈയടക്കി വെച്ചിട്ടുണ്ട്. വർഷങ്ങളോളം അതിന് ഫാത്തിമി ഷിയാ ഭരണാധികാരികൾ അനുകൂലമായിരുന്നു. ആ ഒരവസ്ഥയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയെ മോചിപ്പിക്കാൻ അതിന്റെ ശേഷം കടന്നു വരുന്ന പ്രഗത്ഭരായ മൂന്നാളുകളെയാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഓർക്കുന്നത്. ഒന്ന് ഇമാദുദ്ദീൻ ആഖ് റഹ്മത്തുള്ളാഹി അലൈഹി, രണ്ട് നൂറുദ്ദീൻ സങ്കി, മൂന്ന് സ്വലാഹുദ്ദീൻ അയ്യൂബി. ഈ മൂന്നാളുകളിലൂടെയാണ് പരാജയത്തിന് ശേഷം വിജയം അള്ളാഹു കൈമാറുന്നത്. പ്രഗത്ഭനായ ഇമാദുദ്ദീൻ ആഖ് ഖങ്കർ സങ്കി ഇബ്ൻ സങ്കി, അദ്ദേഹമാണ് നൂറുദ്ദീൻ മഹ്മൂദ് സങ്കിയുടെ പ്രഗത്ഭനായ പിതാവ്. ഫ്രഞ്ച് സൈന്യത്തോട് പടപൊരുതിയ നേതാവാണ് അദ്ദേഹം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാമ ഇബ്നു കസീർ തങ്ങൾ ഇമാദുദ്ദീൻ ആഖിനെ സംബന്ധിച്ച് പറഞ്ഞ വാക്ക്, കാന മിൻ അഹ്സനിൽ മുലൂകി സീറതൻ വഅജ്വദിഹിം സരീറ. രഹസ്യവും പരസ്യവും ഒരുപോലെ നന്നായ, സൗമ്യനായ, സൽസ്വഭാവക്കാരനായ, പ്രഗത്ഭനായ മുസ്ലിം ഭരണാധികാരി. റഹ എന്ന് പറയുന്ന ഇസ്ലാമിക നഗരം മുസ്ലിമീങ്ങൾക്ക് നഷ്ടമായപ്പോൾ അതാദ്യമായി തിരിച്ചു പിടിച്ചത് ഇമാദുദ്ദീൻ ആഖ്. എന്നാൽ കുരിശ് യോദ്ധാക്കൾ പരിശുദ്ധമായി ജെറൂസലേമിലേക്ക് ഇരച്ചു കയറുന്ന നേരം നൂറുദ്ദീൻ സങ്കിയുടെ പിതാവ് ഇമാദുദ്ദീൻ ആഖ് ശത്രുക്കളാൽ കൊല ചെയ്യപ്പെടുന്നു. മഹാനായ നൂറുദ്ദീൻ സങ്കി കടന്നു വരുന്നു. നമ്മൾ അറിയണം, ഷാഫിഈ പണ്ഡിതനായ അല്ലാമ അബൂശാമ നൂറുദ്ദീൻ സങ്കിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ, അത്റബനി മാ റഅയ്തു മിൻ ആസാരിഹി. നൂറുദ്ദീൻ സങ്കിയെ എനിക്ക് വല്ലാതെ ഇഷ്ടമായി. മുസ്ലിമീങ്ങളിൽ പിൻഗാമികളിൽ കാണപ്പെട്ട പ്രഗത്ഭനായൊരു നേതാവ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓർക്കുകയാണ്, ثم وقفت بعد ذلك على سيرة سيد الملوك من بعده الملك الناصر صلاح الدين فوجدتهما في المتأخرين كالعمرين في المتقدمين. ഈ ഉമ്മത്തികളിൽ മുൻഗാമികൾ കഴിഞ്ഞുപോയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയും നമ്മൾ എങ്ങനെ കാണുന്നുണ്ടോ അതുപോലെ പിൻഗാമികളിൽ വന്ന പ്രഗത്ഭരാണ് നൂറുദ്ദീൻ സങ്കിയും അദ്ദേഹത്തിന്റെ സഹോദരപുത്രനായ സ്വലാഹുദ്ദീൻ അയ്യൂബിയും. അവരിലൂടെയാണ് ഈ ഉമ്മത്തിന് അഭിമാനകരമായ വിജയം, കുരിശ് യോദ്ധാക്കൾക്കെതിരെ ക്രൂസൈഡുകളിൽ ഏറ്റവും വലിയ വിജയം കൊയ്തത് മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബി. അദ്ദേഹത്തിന്റെ ഗുരുവാണ് നൂറുദ്ദീൻ സങ്കി. നൂറുദ്ദീൻ സങ്കിയെ നമ്മളൊന്ന് പരിചയപ്പെടണം. മഹാനായ അബൂശാമ അശ്ശാഫിഈ റഹ്മഹുള്ള പറഞ്ഞ പോലെ ഈ ഉമ്മത്തിലെ സിദ്ദീഖും ഫാറൂഖും റളിയല്ലാഹു അൻഹുമാ അത്രയും സ്ഥാനീയരായ മഹാന്മാർ. അവരാണ് ഹലബും ഡമസ്കസും ഭരിച്ചിരുന്നത്. മഹാനായ നൂറുദ്ദീൻ സങ്കി ആദ്യമായി ചെയ്തത് ഈ ഉമ്മത്തിനുള്ളിൽ കിടക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുകയാണ്. ഉമ്മത്തിന് പ്രശ്നങ്ങളുണ്ട്, നമ്മൾ പറയേണ്ടതില്ല. നൂറുദ്ദീൻ സങ്കി അന്ന് ചെയ്ത പണി ഷിയാക്കളും സുന്നികളും തമ്മിലെന്ന് പ്രശ്നങ്ങളുള്ള കാലത്ത് ആ പ്രശ്നം പരിഹരിക്കുകയാണ് ചെയ്തത്. അലപ്പോയിൽ, ഇന്നത്തെ സിറിയയിലെ ഹലബ്, അതുപോലെ ഡമസ്കസ്, ഇതാണ് അവരുടെ ശക്തി കേന്ദ്രങ്ങൾ. അവിടെ ഉണ്ടായിരുന്ന ഷിയാ സുന്നി തർക്കങ്ങളെ പരിഹരിക്കുകയായിരുന്നു ആദ്യമായി നൂറുദ്ദീൻ സങ്കി ചെയ്തത്. ഈ ഉമ്മത്തിന്റെ സഫുകളെ ഒന്നാക്കുകയായിരുന്നു. ഹലബിലും അലപ്പോയിലും ഡമസ്കസിലും മുസ്ലിം പള്ളികൾ ഷിയാക്കളുടെ കൈയിലായിരുന്നുവെന്ന് സുന്നി ഭരണകൂടം വരുന്നവിടെ, അഹ്ലുസുന്ന അവിടെ വിജയിച്ചു വരുമ്പോൾ ഷിയാക്കൾ പള്ളികളിലെ മുസല്ലകൾ എടുത്തു പോയിട്ടുണ്ട്. അവര് പറയുമായിരുന്നു, ഈ മുസല്ല അലി റളിയല്ലാഹു അൻഹുവിന്റെ വഖഫായതാണ്,
നിങ്ങൾ അലി തങ്ങളുടെ ആളുകളല്ലല്ലോ, ഞങ്ങളാണ് അലിയുടെ ആളുകൾ, അതുകൊണ്ട് നിങ്ങൾ ഇതിൽ നിസ്കരിച്ചുകൂടാന്ന് പറഞ്ഞ് പള്ളികളിലെ മുസല്ലകൾ എടുത്ത് ഓടിയിട്ടുണ്ട് ഷിയാക്കളെന്ന്. പക്ഷേ നൂറുദ്ദീൻ സംഘി ബഹുഭൂരിപക്ഷം വരുന്ന ഈ ഉമ്മത്തിന്റെ കൂടെയാണ് നിന്നത്, അഹ്ലുസുന്നയുടെ കൂടെ. ഷിയാക്കളുടെ ആ പ്രതിരോധം അവസാനിച്ചപ്പോൾ നൂറുദ്ദീൻ മഹ്മൂദ് സംഘി തന്റെ പ്രഗത്ഭരായ 2 ശിഷ്യന്മാരെ ഈജിപ്തിലേക്ക് പറഞ്ഞയക്കുന്നു. ഒന്ന് അസദുദ്ദീൻ ഷിർഖോ, മറ്റൊന്ന് സ്വലാഹുദ്ദീൻ അയ്യൂബി. 2 പേരോടും പറഞ്ഞു, നിങ്ങൾ ഈജിപ്തിലേക്ക് ചെല്ലണം, ഈജിപ്തിൽ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിക്കണം. ഈജിപ്തിന്റെ പള്ളികളിൽ മനോഹരമായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാങ്കുലി ഉയരണം. ഷിയാക്കളുടെ വാങ്കുലി ഹയ്യ അലസ്സലാ എന്ന് പറഞ്ഞിട്ട് ഹയ്യ അലാ ഖൈറിൽ അമൽ, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ